ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തേത് ഒരു ട്രാവൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒരു 4 മണി 4:30 ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം നമ്മൾ കേരളത്തിലെത്തി. അപ്പോൾ ഈ പച്ചപ്പും ഹരിതാപ്പൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് വഴിയാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എവിടെയും നിർത്തിയിട്ടൊന്നുമില്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. കാരണം വെറുതെ അവിടെ ഇവിടെ നിർത്തിയിട്ട് സമയം കളയണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കുതിരാൻ ടണൽ വഴിയൊക്കെയാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴി പോകുന്നത്. ഇതുവരെ ഞാൻ ഈ വഴി യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതുവഴി പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കാണെന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മൾ പോകുന്നത് ഗുരുവായൂരേക്കാണ്. ഇതിനു മുന്നേ നമ്മൾ ഗുരുവായൂർ പോയതൊക്കെ നാട്ടിൽ നിന്ന് നമ്മൾ പയ്യന്നൂരിൽ നിന്ന് അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നാണ് നമ്മൾ ഗുരുവായൂരേക്ക് പോയത്. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഗുരുവായൂരേക്ക്, അതും റോഡ് വഴി പോകുന്നത്. ആക്ച്വലി നല്ല റോഡായിരുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റോഡായിരുന്നു അവിടെ വരെ ഉണ്ടായിരുന്നത്. അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് 4:30 വിട്ടിട്ട് നമ്മൾ ഏകദേശം ഒരു 1:45 ആകുമ്പോൾ ഗുരുവായൂരെത്തി. നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക്, നമ്മൾ ഓൾറെഡി അഗോഡ വഴി ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോയത് പഴയിടം രുചിയിലേക്കാണ്. ഒന്നാമത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിനി. അതുകൂടാതെ നമുക്ക് അവിടുത്തെ സദ്യ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുത്തെ സ്പെഷ്യൽ സദ്യയാണ് കഴിച്ചത്. അതിന് വേറെ തന്നെ ഒരു റൂമിലാണ് അവർ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം പരിപ്പും നെയ്യൊക്കെ കൂട്ടി കഴിച്ചു. അതിന് ശേഷം അവർ നമ്മളെ സാമ്പാർ ഒഴിച്ച്, അങ്ങനെയാണ് അവിടുത്തെ ഒരു രീതിയും തോന്നുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് മോരും രസമൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ നല്ല സ്വാദിഷ്ടമായൊരു സദ്യ ആയിരുന്നു ആക്ച്വലി കഴിച്ചത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ ഹോട്ടലിൽ പോയി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നേരെ അമ്പലത്തിലേക്ക് പോയി. ശനിയും ഞായർ ആയതുകൊണ്ടാണോന്ന് അറിയില്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. പിന്നെ ഇപ്പം അയ്യപ്പ സീസണും കൂടി ആയതുകൊണ്ട് എന്തായാലും നല്ല തിരക്കുണ്ടാവുമെന്ന് നമുക്ക് അറിയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഒരുപാട് ഡാൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ 1-2 ഡാൻസ് ഒക്കെ കണ്ടു. അതിനുശേഷമാണ് നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറിയത്. ഏകദേശം ഒരു 4 മണിക്കൂർ നമ്മൾ ക്യൂവിൽ നിന്നിട്ടാണ് അകത്ത് കയറിയത്. അപ്പോൾ അമ്പലത്തിൻ്റെ അകത്ത് വീഡിയോസോ അല്ലെങ്കിൽ ഫോൺ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതെല്ലാം ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോയത്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്. ഭയങ്കര പീസ്ഫുള്ളായിട്ട് എന്താണെന്നല്ല, ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതതിന് ശേഷം ഏകദേശം പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഒരു 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞു. പക്ഷേ ഈ സമയം ഏകദേശം ഒരു 11 മണിയാണെങ്കിൽ കൂടി അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തൊഴാൻ വേണ്ടിയിട്ടുള്ള ക്യൂ വരെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അയ്യപ്പ സീസണും ആൾക്കാരൊക്കെ ആയതുകൊണ്ട് എല്ലാ ഷോപ്സും തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്ട്രീറ്റ്സിലൊക്കെ ഒരുപാട് സാധനങ്ങൾ, കമ്മലും മാലയും അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഹരേ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ് പോയത്. അവിടെയും നല്ല തിരക്കായിരുന്നു. നമുക്ക് കുറച്ച് നേരം നിന്നിട്ടൊക്കെയാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം കൂടി അമ്പലത്തിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഹോട്ടലിൽ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നമ്മൾ പോയത് മമ്മിയൂരേക്കാണ്. കാരണം ഗുരുവായൂർ വന്നാലും മമ്മിയൂരും പോകണം എന്നാണല്ലോ പറയാറ്. അങ്ങനെ മമ്മിയൂരും തൊഴുതതിന് ശേഷം നമ്മൾ പിന്നെ ഒന്ന് ഗുരുവായൂരും ഒന്ന് നടന്നതിന് ശേഷം തിരിച്ച് നമ്മൾ ഹോട്ടലിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തിട്ട് പോലായി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു? അത് കുഴപ്പമില്ല, ഇനി അധികം പറയില്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഗുരുവായൂരാണ്. അപ്പോൾ നമ്മൾ ഗുരുവായൂർ തൊഴുത് ഇപ്പം ആനക്കോട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് കൊച്ചിയിലേക്കാണ്. ചെറിയ കുറച്ച് ഷോപ്പിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്കലയിലേക്ക് പോകും. അതാണ് നമ്മൾ ഈ ഷോർട്ട് ട്രിപ്പിൻ്റെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം. ഇന്നലെ എനിക്ക് പ്രോപ്പറായിട്ട് ഒരു ഇൻട്രോ എടുക്കാൻ പറ്റിയിട്ട. കാരണം നമ്മൾ രാവിലെ ഏകദേശം ഒരു 4:30 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഗൂഗിൾ. അപ്പം അങ്ങനെ രാവിലെ എനിക്ക് അത്ര ഇൻട്രോ എടുക്കാൻ പറ്റുന്നൊരു ആകെ ഒരു ക്ഷീണിച്ചിട്ടുള്ള അവസ്ഥയിലായിരുന്നു. പിന്നെ നമ്മൾ ഗുരുവായൂരെത്തി തൊഴുതു. അപ്പോൾ നമ്മൾ രാവിലെയും ഇന്ന് അമ്പലത്തിൽ പോയി. ശനിയും ഞായറും ആയതുകൊണ്ടാണെന്ന് തോന്നി ഇന്ന് ഞായറാഴ്ച രാവിലെ നല്ല തിരക്കുണ്ടായിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ. ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ അവരെ കയറ്റി വിടുന്നേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഏത് നടയാണെന്നറിയത് ഫ്രണ്ടിലെ
എന്തായാലും ആ ഫ്രണ്ടിൽ മെയിൻ ആയിട്ടുള്ള ആ എൻട്രൻസിലും നല്ല തിരക്കായിരുന്നു. ഇന്നലെ നമ്മൾ ഏകദേശം ഒരു 4 മണിക്കൂർ എടുത്തു ക്യൂല്. 4 മണിക്കൂർ മൊത്തമായി എടുത്തില്ല, ഒരു 3.5 മണിക്കൂർ എടുത്തു നമുക്ക് ക്യൂല് നിന്ന് തൊഴാൻ വേണ്ടിയിട്ട്. ആക്ച്വലി വൈകുന്നേരം പൂജയ്ക്ക് വേണ്ടിയിട്ട് അമ്പലം അടച്ചുകൊണ്ടാണ് അത്രയും സമയം എടുത്തത്, അല്ലെങ്കിൽ അത്ര സമയം എടുക്കും തോന്നുന്നില്ല. പക്ഷെ ഇന്ന് രാവിലെ വലിയ ക്യൂ ആയിരുന്നു, നമ്മൾ കണ്ടു അത്. നമ്മൾ രാവിലെ മമ്മിയൂര് പോയി, അതിനുശേഷം ഗുരുവായൂർ പോവാന്ന് വിചാരിച്ചു. പക്ഷെ ഭയങ്കര തിരക്കായതുകൊണ്ട് പിന്നെ നമ്മൾ ആ തിരക്കിന്റെ ഇടയിൽ പോയില്ല. ഒരുപാട് കല്യാണങ്ങളും ഉണ്ട് ഇന്ന്. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് തൊഴുത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പഴയയിടത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഇപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ആനക്കോട്ടയിലേക്കാണ് പോകുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററാണ് ഈ ആനക്കോട്ടയിലേക്ക് വരുന്നത്. ഇത് നിങ്ങൾ എന്തായാലും ഗുരുവായൂർ വരെ പോകുന്നുണ്ടെങ്കിൽ ഈ ആനക്കോട്ടയിലും പോകുന്നത് ആക്ച്വലി നല്ലതായിരിക്കും. കാരണം നല്ല രസമായിരുന്നു. ഏകദേശം ഒരു 10-35 ആനകളുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഈ പറയുന്നത് പോലെ ഒരുപാട് ഇത്രയും 30 ആനകളെയൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് ഒന്നിച്ച് കാണാമെന്ന് പറയുമ്പോൾ അതൊരു രസമാണല്ലോ. കാണാനും നല്ല രസമാണ്. ആക്ച്വലി ഒരു 1.5 മണിക്കൂറൊക്കെ നമുക്ക് ഈസിലി അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. കുട്ടികളായിട്ട് പോകുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ആനകളെയൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തായാലും പോകണം. രാവിലെ 8 മണിക്കാണ് ഇത് ഓപ്പൺ ചെയ്യുക. നമ്മൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയി അവിടെ എത്തുമ്പം. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ പോകുന്നതായിരിക്കും നല്ലത്. നമ്മൾ പോകുന്ന സമയം, നമ്മൾ അവിടെ എത്തിയ സമയമൊന്നും അധികം ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല, വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ. നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് അധികം ആനകളും നല്ല കുളിച്ച് നല്ല സുന്ദരന്മാരായി കുറിയൊക്കെ തൊട്ടിരിക്കുകയായിരുന്നു. ഈ രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ആനകളെ കുളിപ്പിക്കുന്നതൊക്കെ കാണാൻ പറ്റും. നമുക്കിങ്ങനെ ദൂരെ നിന്ന് അവരെ കുളിപ്പിക്കുന്നതും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് കൊടുക്കും. അത് ആക്ച്വലി കാണാൻ വേണ്ടി നല്ല രസമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് കാണാൻ വേണ്ടിയിട്ട്. അവരിങ്ങനെ കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം കുറിയൊക്കെ തൊട്ട് കൊടുക്കും. പിന്നെ ഈ കുറച്ച് നേരം നമ്മൾ ഇറങ്ങാനാകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കും കൂടി ആയിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ വീണ്ടും വീണ്ടും വരാൻ തുടങ്ങി. അപ്പൊ ഇപ്പൊ നമ്മൾ ആനക്കോട്ടയിൽ നിന്ന് പുറത്തിറങ്ങി. ഇതിന്റെ അകത്ത് 35 ആനകളാണ് ഉള്ളത്. രാവിലെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം നമ്മൾ വരുന്ന സമയം ഇവിടെ ഒരു 3-4 കാറ് അത്രയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടായിട്ടു. പക്ഷെ ഇവിടെ ഒരുപാട് പാർക്കിംഗ് ഒക്കെ ഏകദേശം ഫില്ലാവലായി. അതുപോലെ തന്നെ അകത്തും നല്ല തിരക്കുണ്ട്. ഇത് ഏകദേശം ഒരു 8 മണിക്കാണ് തുറക്കുക. നമ്മളൊരു 9 മണിയൊക്കെ ആവാനാകുമ്പോൾ വന്നത്. ഇപ്പൊ ഏകദേശം ഒരു 10 മണി കഴിഞ്ഞു. അപ്പൊ അതിന് മുന്നേ എത്തിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ആൾക്കാരില്ലാതെ നല്ല വൃത്തിയിൽ കാണാൻ പറ്റും. കുറെ ആനകളെ കുളിപ്പിക്കുന്നു. അതുപോലെ തന്നെ കാണാൻ നല്ല രസമാണ്. എന്തായാലും ഗുരുവായൂർ വരെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് മിസ് ചെയ്യാണ്ട് നിങ്ങൾ വന്ന് കാണുന്നത് നല്ലതായിരിക്കും. പാർക്കിങ്ങിന് ഇവിടെ 30 രൂപയും അതുപോലെ തന്നെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് 20 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ ഫോട്ടോ ഫോണിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ 25 റുപ്പീസും കൂടി പേ ചെയ്യണം. അങ്ങനെ നമ്മൾ ആനക്കോട്ടയിൽ നിന്ന് പിന്നെ നേരെ കൊച്ചിയിലേക്ക് വിട്ടു. കാരണം നമുക്ക് കൊച്ചിയിൽ കുറച്ച് ഷോപ്പിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ കാർത്യായനിയിൽ കയറി. ഇപ്പം ഇത് ഭയങ്കര ഫേമസ് ആണ്. കാരണം നമ്മളെ ഫിലിം സ്റ്റാർ നാനി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു റീല് ഭയങ്കര വൈറലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളും അറിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിക്കായതുകൊണ്ട് ഏതായാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ കുറച്ച് നേരത്തെയാണ് എത്തിയത്. കാരണം അമ്പലത്തിൽ നിന്ന് അവിടുന്ന് ആനക്കോട്ടയിൽ നമ്മൾ ഇറങ്ങിയിട്ട് ഒരു 12:15 ആകുമ്പോൾ നമ്മൾ കാർത്യായനിയിലെത്തി. അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ കഴിച്ചിറങ്ങുമ്പോഴേക്കും നല്ല തിരക്കായിരുന്നു. ഇങ്ങനെ പേരെഴുതി നമ്മൾ വെയിറ്റിംഗ് ടൈമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പോയപ്പം അങ്ങനെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ഒരു മീൽസും അതുപോലെ തന്നെ ഒരു പ്രോൺസ് റോസ്റ്റും ആയിരുന്നു പറഞ്ഞത്. പിന്നെ അവിടെ സാറ്റർഡേ സൺഡേ അതായത് വീക്കെൻഡ്സിൽ അവർക്ക് സ്പെഷ്യൽ സീ ഫുഡ് ബിരിയാണി ഉണ്ട്. അത് ആക്ച്വലി നല്ല റിവ്യൂ ഉണ്ടായിരുന്നു. അവർ നമ്മളടുത്ത് പറഞ്ഞു അതായത് അത് സാറ്റർഡേ സൺഡേ മാത്രം കിട്ടുന്ന സ്പെഷ്യൽ ആണെന്നൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് അത് കഴിക്കുന്നതിനേക്കാളും ഇങ്ങനത്തെ ഫുഡ് കഴിക്കാനായിരുന്നു ഇഷ്ടമുണ്ടായത്. അവർ പറഞ്ഞു ആ ഒരു ബിരിയാണി എന്ന് പറയുന്നത് 2 പേർക്ക് ഷെയർ ചെയ്യാൻ പറ്റും, അത്രയും ക്വാണ്ടിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ നല്ല മീൻകറിയും അതൊക്കെ കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ അത് പറഞ്ഞില്ല. ഈ ചോറിൻ്റെ കൂടെ വരുന്നത് ഒരു ചെമ്മീൻ കറി ഉണ്ട്, അതുപോലെ തന്നെ മീൻ കറി ഉണ്ട്, പിന്നെ ഒരു വറവ്, അതുപോലെ തന്നെ കപ്പേൻ്റെ ഒരു കറിയും, അതുപോലെ തന്നെ ചെമ്മീൻ ചമ്മന്തിയും ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഭക്ഷണം. നമ്മളൊരു പ്രോൺസ് റോസ്റ്റും അതുപോലെ തന്നെ ഒരു കാളാഞ്ചി തവ ഫ്രൈയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭക്ഷണം എല്ലാം നല്ലതായിരുന്നു. എല്ലാം കൂടി ടോട്ടൽ നമുക്ക് 966 റുപ്പീസാണ് വന്നത്. അങ്ങനെ നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളെ മെയിൻ പരിപാടിയായിട്ടുള്ള ഷോപ്പിങ്ങിൽ ഇറങ്ങി. അതായത് നമ്മൾ ജയലക്ഷ്മിയിലാണ് പോയത്. കുറച്ച് ചെറിയ 1-2 കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടുന്ന് ഒരു ഫംഗ്ഷനൊക്കെ വരുന്നുണ്ട്, അതിന്
വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു വാങ്ങിയത്. അപ്പോൾ ഒരു സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെണ്ട് കെട്ടാൻ വേണ്ടി കൊടുക്കാൻ പോവാണ്. അങ്ങനെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം ഒരു അരമണിക്കൂറൊക്കെ സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊച്ചിയിലൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ചെക്ക് ഇൻ ചെയ്ത് കുറച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വൈകുന്നേരം രാത്രി ആയപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയത് ക്ലബ് ഷവായയിലേക്കാണ്. ആടുന്ന് നമ്മൾ ഓർഡർ ചെയ്തത് ഒരു റുമാലി റൊട്ടിയും അതുപോലെ തന്നെ ഒരു മസാല ഷവായും പിന്നെ ഒരു ലെബനീസ് അൽഫാമും ആയിരുന്നു. എല്ലാം ചിക്കനെല്ലാം നല്ല പ്രോപ്പർലി കുക്ക്ഡ് ആയിട്ട് നല്ല മസാലാസൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു അവിടുത്തത്. അത് കഴിച്ചതിന് ശേഷം നമ്മൾ ഒരു ഡെസേർട്ടിന് പോലെ നമ്മൾ ചോക്കോലിക്കിലേക്ക് പോയി. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇവർക്ക് ആക്ച്വലി 2 ബ്രാഞ്ചസ് ആണ് വരുന്നത്, ഒന്ന് കച്ചേരിപ്പടിയും ഒന്ന് കാക്കനാടും. നമ്മൾ പോയത് കാക്കനാടുള്ള ബ്രാഞ്ചിലാണ്. ഇവരെ കച്ചേരിപ്പടിയിലുള്ള ബ്രാഞ്ചിൽ കുറച്ചും കൂടിയും എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു കഫേ ആണ്. അപ്പം നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് ഈ ചോക്കോ പിരമിഡ്സ് ആണ്. അവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മളൊരു ചോക്കോ പിരമിഡാണ് പറഞ്ഞത്. അവർ ചോക്കോ പിരമിഡിൻ്റെ കൂടെ, അതായത് നമ്മൾ എന്ത് സാധനം ഓർഡർ ചെയ്താലും അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി അവർ തരും. അവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ്സും അങ്ങനത്തെ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം വിചാരിച്ചു 1-2 ഓർഡർ ചെയ്യുക. എന്തോ ഭാഗ്യത്തെ നമ്മൾ 1 മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അത് കഴിച്ച് തീരുമ്പോഴത്തേക്കന്നെ അത്യാവശ്യം നല്ല മത്തായിട്ടുണ്ടായിരുന്നു, നല്ല മധുരമാണ്. അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക. ചിലപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ അതിൻ്റെ കൂടെ കട്ടൻ ചായയും തരുന്നത്. അങ്ങനെ അതും കഴിച്ചിട്ടാണ് നമ്മൾ അന്നത്തെ ദിവസം ക്ലോസ് ചെയ്തത്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.